إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അന്നൂർ 49-52 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ആകുകയാണെങ്കിൽ ലഹും അവർക്ക് അൽ ഹഖ് ന്യായം അവർക്കാകുകയാണ് എന്ന് പറഞ്ഞാൽ ന്യായം അവരുടെ ഭാഗത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അവർ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വിധി തേടാൻ അവർ വരുന്നതാണ്. അവർ അനുസരണയുള്ളവരായിക്കൊണ്ടവർ വരുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതല്ലാതെ അവർക്ക് അനുകൂലമായ വല്ല വിധിയും തേടിയെടുക്കേണ്ടതാണെങ്കിൽ ലഭ്യമാക്കേണ്ടതാണെങ്കിൽ കഅബ് ഇബ്നു അശ്റഫിന്റെ അടുത്തേക്കാണ് അവർ പോകുന്നത്. ന്യായമുണ്ടെങ്കിൽ മാത്രമേ അവർ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരൂ എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അന്ത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിക്കുകളുടെ പലതരത്തിലുള്ള സ്വഭാവ വൈചിത്ര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അഫീ ഖുലൂബിഹിം മർദുൻ, അതല്ല എന്താണ് അവർക്ക് അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടോ? അമിർതാബു, അതല്ല അവർ സംശയിക്കുന്നവരാണോ? അവരുടെ സംശയരോഗികളാണോ? അല്ല അവർക്ക് എന്തെങ്കിലും ഹൃദയത്തിൽ പലതരത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അം യഖാഫൂന, അതല്ല അവർ ഭയപ്പെടുകയാണോ? അൻ യഖീഫല്ലാഹു അലൈഹിം, അവരുടെ മേൽ അക്രമം പ്രവർത്തിക്കുമെന്ന് അല്ലാഹു അവരുടെ മേൽ അക്രമം പ്രവർത്തിക്കുമെന്ന് അവർ ഭയപ്പെടുകയാണോ? വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും അവരുടെ മേൽ അക്രമം പ്രവർത്തിക്കുമെന്നവർ ഭയപ്പെടുകയാണോ? മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു പ്രത്യേകം എടുത്തു പറഞ്ഞത്. അവർക്ക് ഹൃദയത്തിൽ വല്ല രോഗവുമുണ്ടോ? അതല്ല അവർ സംശയരോഗികളാണോ, സംശയമുള്ളവരാണോ? അതല്ല അല്ലാഹുവും റസൂലും അവരോട് വല്ല അക്രമം പ്രവർത്തിക്കുമെന്ന് അവർക്ക് വല്ല ഭയപ്പാടുമുണ്ടോ? നോക്കൂ നിങ്ങൾ, പ്രത്യക്ഷത്തിൽ അവരെ കാണുകയാണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നിപ്പോകും മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മൊത്തത്തിൽ തോന്നിപ്പോകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ആ രൂപത്തിലുള്ള അങ്ങേയറ്റം വിചിത്രമായ സ്വഭാവം ഉൾക്കൊള്ളുന്നവരാണ് ഈ മുനാഫിക്കുകൾ എന്നാണ് പറഞ്ഞത്. പക്ഷേ അക്കൂട്ടർ അവർ തന്നെയാണ് അക്രമികൾ എന്നുള്ള ഉറപ്പിച്ചു പറയുകയാണ്. അവർ അക്രമികൾ തന്നെയാണ്. കാരണം അവർ ആ അക്രമ സ്വഭാവം ഉള്ളത് കൊണ്ടാണ്, അതിക്രമികളായതുകൊണ്ടാണ്, മുശ്രിക്കീങ്ങളായതുകൊണ്ടാണ്, അതുപോലെ മുനാഫിക്കീങ്ങളും കഫറുകളുമായതുകൊണ്ടാണ് അവർ അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതാണ് എന്ന് പറയുന്നത്. ഇത്തരം മുന്നറിയിപ്പുകളൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സത്യപന്ഥാവിൽ ഉറച്ചു നിൽക്കാനും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുമാണ് നമുക്ക് ഇതൊക്കെയും പഠിപ്പിച്ചു തരുന്നത്. അതൊക്കെയും അല്ലാഹുവിന്റെ കാരുണ്യമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.